അഖിൽ NRD കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത റീൽസ് വീഡിയോ, അതിൻ്റെ കൊമൻറ്റ് ബോക്സ് ലിറ്ററലി കേരളത്തിലുള്ള ഓൾമോസ്റ്റ് ഇൻഫ്ലുവൻസർ കോണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ ആയിട്ട് നിൽക്കുന്ന കുറേ ബോഡി ബിൽഡേഴ്സ് എസ്പെഷ്യലി അവർക്ക് ഭയങ്കര ട്രിഗറായി. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അഖിൽ NRD, എനിക്ക് അറിയായിരിക്കും അത് അഖിൽ NRDയെ. സോ ജിമ്മന്മാരെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞ് കുറെ ജിമ്മന്മാര് പുതിയ വീഡിയോസ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ എന്തായാലും ഷുഗർ കട്ട് ചെയ്യുന്നവരെ കളിയാക്കി, ജിമ്മന്മാരെ കളിയാക്കി എന്തൊക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. സോ എന്തായാലും സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് അഖിൽ NRD ഷുഗർ കട്ട് ട്രയൽസ് വേഴ്സസ് ബോഡി ബിൽഡേഴ്സ്. ഓക്കെ, ബോഡി ബിൽഡേഴ്സ് കുറച്ച് പേര് രംഗത്തിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെയോ അവരെ പറഞ്ഞെന്നാ എന്തൊക്കെയോ. സോ എന്തായാലും നമുക്ക് എന്താണ് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്നുള്ള കാര്യം നമ്മുടെ സീക്രട്ട് ഏജന്റ് കുറച്ചൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്, നമുക്ക് കണ്ടുനോക്കാം. ബോക്സിനകത്ത് ഒരുപാട് പേര് വന്ന് അവരുടെ വിമർശനങ്ങൾ ഒക്കെ കമൻസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോയിൽ നിന്ന് തുടങ്ങാം. വിച്ച് വീഡിയോ, ഏത് വീഡിയോ ആണ് ഇവരെ ട്രിഗർ ചെയ്ത് നമുക്ക് നോക്കണമല്ലോ. അഖിൽ NRD നോൺ ഫോൺ ഇസ് ലൈക്ക് എന്താ പറയുക, അയാളുടെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള കണ്ടന്റുകൾ, അയാളുടെ റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ കണ്ടന്റുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അഖിൽ. അതെ, അയാളുടെ ഒരു റിയൽ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും അതൊരു കോമഡി രൂപത്തിലും മറ്റും ചെയ്യുന്നതാണ് അഖിൽ NRD. സോ അതേതോ ജിമ്മന്മാർക്ക് കൊണ്ടുവന്ന് തോന്നുന്നു. അതേപോലെ കമന്റ് ബോക്സ് വിഷയം നമുക്ക് കണ്ടുപോകാം. NRD റീസെൻ്റ്ലി സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. സോ അഖിലിൻ്റെ കണ്ടന്റ് മലയാളികൾക്ക് അറിയുന്നതാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ അഖിൽ ചെയ്ത ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ 2 hours ഓഫ് ഡയറ്റ് മീ ബോഡി ബിൽഡിങ്, ഞാൻ ബോഡി ബിൽഡിങ് ചെയ്യുമ്പോൾ എന്നുള്ളത് ആ രീതിക്കാണ് അതിൻ്റെ അപ്പ് ആൻഡ് ഡൗണിൽ ടാഗ് എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഷുഗർ കട്ടാണ് ഇതിൻ്റെ ഒരു കോണ്ടന്റ് വിഷയം. കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ആ ഒരു വീഡിയോയിൽ ഈ ഒരു പാട്ട് വിട്ടിട്ട് സംഗതി തുടങ്ങുകയാണ്. അതായത് ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഷുഗർ ആഫ്റ്റർ 2 hours ഓഫ് ഡയറ്റ്. സർക്കാസ്റ്റിക്കാണ്. ഷുഗർ ഡയറ്റ് എടുക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ ബോഡി ബിൽഡേഴ്സ് മാത്രമൊന്നുമല്ല. ഇതിലെന്താണ് ഇത്രയും മാത്രം പൊള്ളാനായിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ ഷുഗർ ഡയറ്റ് ഓപ്റ്റ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഷുഗർ എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ പോയ്സൺ എന്നുള്ളത് പലരും പറഞ്ഞു, അല്ലെങ്കിൽ പല സ്റ്റഡീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഒരു അളവിൽ കൂടുതൽ ഷുഗർ നമുക്ക് വേണ്ട. ഓക്കെ, 30+ ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കൺട്രോൾഡ് ആവുന്നത് നല്ലതാണ്, അവോയ്ഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലതാണ്. പക്ഷേ എൻ്റെ കേസിൽ ഞാൻ ഹൈപ്പോഗ്ലൈസീമിക് ആയതുകൊണ്ട് എനിക്കത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല. സോ ഇതിൻ്റെത് വേറൊരു ഉൾട്ട പ്രോസസ്സാണ് എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഞാനാണെങ്കിലും ഇപ്പോൾ കുറച്ചായിട്ട്, പണ്ട് ഞാൻ ഭയങ്കര ഞാൻ ഫെയിൻ്റ് ആവും. ഹൈപ്പോഗ്ലൈസീമിക് ആയതുകൊണ്ട് ഫെയിൻ്റായി താഴ്ചാടും, കാരണം ഷുഗർ ലെവൽ ഭയങ്കര ഡ്രോപ്പ് ആകുമ്പോൾ. ഇപ്പം പിന്നെ ഞാൻ വീണ്ടും ഒന്ന് കൺട്രോൾ ചെയ്ത് ഒന്ന് പിടിക്കാൻ നോക്കാറുണ്ട്. പക്ഷേ പറ്റ പോകുമ്പോൾ വീണ്ടും കഴിക്കാറുമുണ്ട്. പക്ഷേ എന്നെപ്പോലെ അല്ല എല്ലാവരും. സോ മോസ്റ്റ് മെജോറിറ്റി ആളുകൾക്കും ഷുഗർ ഇങ്ങനെ വാരി വലിച്ച് തിന്നുന്നത് നന്നല്ല, അത് കൺട്രോൾ ചെയ്യുന്നത് നന്നായിരിക്കും. അത് ബോഡി ബിൽഡേഴ്സിന് മാത്രം പറഞ്ഞുള്ളൊരു കാര്യമല്ല ഈ ഷുഗർ കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അഖിൽ NRD ഓൾറെഡി ഇങ്ങനത്തെ ഒരു റീൽ വീഡിയോ ഇടുന്നു. അതിനടിയിൽ അഖിൽ എഴുതി വെക്കുന്നുണ്ട്, മീ ആസ് എ ബോഡി ബിൽഡർ എന്ന് തന്നെയാണ്. മീ ബോഡി ബിൽഡിങ് ആൻഡ് മീ ആസ് എ ബോഡി ബിൽഡർ. ഇതാണ് അതിൻ്റെ അടിയിൽ. ഇതാണ് ബോഡി ബിൽഡേഴ്സിനെ ട്രിഗർ ചെയ്തത്. അത് ബോഡി ബിൽഡേഴ്സിനെ ഒരുമാതിരി എന്താ പറയുക, തേച്ചൊട്ടിക്കുന്ന രീതിയിൽ അവരെ കളിയാക്കുന്ന രീതിയിൽ എന്നൊക്കെ അവർക്ക് തോന്നി പൊള്ളി കാണും. ഷുഗർ കട്ടിനെ ഒട്ടും വിലയില്ലാതെ കാണുന്ന രീതിയിലുള്ളൊരു വീഡിയോ അല്ലേ എന്നുള്ള സെൻസിൽ എടുത്തിട്ടാണ് വരുന്നത് കമന്റ് ചെയ്യുന്നത്. അവർ കമന്റ് ചെയ്യുന്നതിന് അവർക്ക് ഒരു തെറ്റും അവരെ പറയാൻ പറ്റില്ല. അതെ, നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കമന്റ് ബോക്സ് ഓണല്ലേ, കമന്റ് ബോക്സ് കമന്റ് ഇടാനല്ലേ വെച്ചിരിക്കുന്നത്, അല്ലാതെ ഊഞ്ഞാലാടാനല്ലല്ലോ എന്ന് പണ്ടൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർ കമന്റ് ഇടും, നമ്മളത് ഏറ്റെടുക്കണം. കുറേ ആൾക്കാരുടെ റീൽസ് ചെയ്യാൻ കണ്ടു, നിങ്ങൾ എന്തിനെത്ര ട്രിഗർ ആവുന്നത്, നിങ്ങളുടെ സാക്രിഫൈസ്, നിങ്ങളുടെ എഫേർട്ടിന് ഒരുത്തം വന്നിരുന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങളത് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ പോടാ പുല്ലേ എന്ന് പറയണ്ടേ. അങ്ങനെയല്ല. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇനിയൊരു റീൽ കാണിച്ചു തന്നതിന് ശേഷം നിങ്ങൾക്ക് പറയാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് ദ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഷുഗർ ആഫ്റ്റർ 2 hours ഓഫ് ഡയറ്റ്. അപ്പോൾ ഇത് അഖിൽ NRD എവിടെ നിന്നാണോ ഈ ഒരു കോണ്ടന്റ് എടുത്തത്, ആ വ്യക്തി, അതായത് അഖിൽ NRDക്ക് മുമ്പ് പോസ്റ്റ് ചെയ്തൊരു വ്യക്തിയുടെ പോസ്റ്റാണ്. ഐ ആം അനൂജ് കുമാർ, ഇതാണ് ആ വ്യക്തിയുടെ അക്കൗണ്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേര്. ദ ഡെയിലി സ്റ്റോറി ഓഫ് മീ ആൻഡ് മൈ ഫ്രണ്ട്സ് എന്നാണ് ഇതിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അഖിൽ NRD ഇത് നൈസായിട്ട് മാറ്റിയിട്ട് എന്താക്കി, മീ ആസ് എ ബോഡി ബിൽഡർ എന്നാക്കി. അനൂജ് കുമാറിൻ്റെ വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ ബോഡി ബിൽഡേഴ്സോ ബാക്കിയുള്ള ടീംസോ വന്നിട്ട് അങ്ങനെ അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല,
മെഴുകി കരഞ്ഞ് അല്ലെങ്കിൽ വിഷയമുണ്ടാക്കി എന്നുള്ള സെൻസിലൊന്നും കമന്റ് ഇടുന്നില്ല. അതെ അതെ, കാരണം ടൈറ്റിൽ അങ്ങനെയാണ്, ഫ്രണ്ട്സ്, മീ ആൻഡ് മൈ ഫ്രണ്ട്സ്. മറ്റത് ബോഡി ബിൽഡേഴ്സ്, അവർക്ക് കൊണ്ടു. അതാ പറയുന്നത്, ഇവരെന്തിനാ മെഴുകി കരയുന്നത്, ബോഡി ബിൽഡേഴ്സ് എന്തിനാ മെഴുകി കരയുന്നത്, ഇങ്ങനത്തെ ഒരു സെൻസിൽ ഈ സാധനം ഫേസ്ബുക്കിനകത്തൊക്കെ കുറേ പേര് ഈ കമന്റുകൾ എടുത്ത് വെച്ച് ബോഡി ബിൽഡേഴ്സിനെതിരെ പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. 1 year ഷുഗർ കട്ടൊക്കെ ഹിമാലയൻ ടാസ്ക് ആണ്, ഈ കഴിവ് കെട്ട വാണം റീൽ തൊലിക്കും പോലെയല്ല. എന്തുവാടേ, മനസ്സിലായോ? അഖിൽ NRDന്റെ കമന്റ് ബോഡി ബിൽഡേഴ്സ് മെഴുകി കരഞ്ഞു. എടീ, ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു പരിപാടിയല്ല. ശരിയാണ് ശരിയാണ്. ജിമ്മിൽ പോയി പണിയെടുക്കുന്നവരൊക്കെ അറിയോ, ഞാൻ എന്തായാലും ഇന്ന് മുതൽ ജിമ്മിൽ പോവുകയാണ്. ഇവിടെ കുറേ അധികം കമന്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട് ഈ ബോഡി ബിൽഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇട്ട. ഷുഗർ കട്ട് നല്ല കഷ്ടപ്പാടാണ്. ആക്ച്വലി ഞാനൊരു വർഷം ഷുഗർ കട്ട് എടുക്കാൻ നോക്കി, 2 തവണയാണ് ഇടയ്ക്ക് വെച്ച് പൊട്ടിയത്. കമന്റ്സ് തന്നെയാണ് ഞാൻ ഇവിടെ സൈഡിൽ വെക്കുന്നത്. സാമലക്സ് പ്രൊഫൈൽ എന്തായാലും കൊള്ളാൻ മോനെ, പൂച്ചക്കട്ട പൂച്ചി. ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എപ്പോഴും, ഇപ്പോഴും, പണ്ടും ഇപ്പോഴും ഒക്കെ ഒരാളുകളൊരു വിലയും കൊടുക്കുന്നില്ല. മനസ്സിലായോ? ആരടാ വില കൊടുക്കാത്തത്? ഇറച്ചിക്കട, മസില് കട, മസിലന്മാര്. എനിക്ക് മസിലില്ല, എനിക്ക് മസിൽ വെക്കണം. ഇങ്ങനെ കുറെ ടാഗ് ലൈൻ ഇവരുടെ ഒരു എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റേറ്റീവ് ഐറ്റത്തിന്റെ ഒരു റെസ്പെക്ട് അവർക്ക് കിട്ടുന്നില്ല ബാക്കി സ്പോർട്ടുള്ള പോലെ. മനസ്സിലായി? അവർക്ക് അതിനൊരു വാല്യൂ കിട്ടുന്നില്ല. ശരിക്കും ആ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർട്ടാണ് അല്ലേ. നമ്മുടെ ദേഹത്തിനെ നമ്മൾ ഒരു എന്താ പറയുക, നമ്മുടെ എല്ലാ മസിൽസിനെയും നമ്മൾ ഒരു ആർട്ടിലേക്ക് കൊണ്ടുവരിക. ബോഡി ബിൽഡിംഗ് ആർട്ട് ഞാൻ പറയും. അങ്ങനെ എഫേർട്ട് ഇട്ട് അതിൽ ടൈം സ്പെൻഡ് ചെയ്ത് ലൈഫ് സ്റ്റൈൽ മാറ്റി ഭയങ്കര സാക്രിഫൈസ് എഫേർട്ട് തന്നെയാണ് ബോഡി ബിൽഡിംഗ്. അതിന് നിങ്ങൾ ബോഡി ബിൽഡേഴ്സ് കമന്റ് മെഡിക്കൽ കരച്ചിൽ അല്ലെങ്കിൽ ഇപ്പോൾ അതിനായിട്ട് വീഡിയോ ട്രിഗർ ആയിട്ടില്ല. ദേ ഹാവ് സോളിഡ് റീസൺ. ഞാൻ തടി കുറച്ചൊരു എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ പീരിയഡ് ഉണ്ടായിരുന്നു. ഞാനൊരു 8 മാസം 9 മാസം, ഞാൻ അതിന് മുന്നേ വീഡിയോ പറഞ്ഞാൽ 8-9 മാസം ഞാൻ 118 കിലോ 40 കിലോ ആവുന്നത് വരെ ആദ്യം ഫ്രൂട്ടി മാത്രമായിരുന്നു, ഫ്രൂട്ടി ഫ്രൂട്ട്സ് ആയിരുന്നു, പിന്നെ അച്ചാർ മാത്രമായിട്ട് അൺഹെൽത്തി ആയിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത്. ആ ടൈമിൽ ഞാൻ ഈ പറഞ്ഞത് ഞാൻ അന്ന് ഹൈപ്പോഗ്ലൈസമിക് അല്ല, എനിക്ക് ഷുഗർ ഇഷ്യൂസ് ഇല്ല. പക്ഷേ തടി കുറച്ച് ബോൺ ഡെൻസിറ്റി കുറഞ്ഞ് ഞാൻ സിവിയർ ആയിട്ട് വേറൊരു കോളത്തിലേക്ക് പോയി. പിന്നെ കൗൺസിലിംഗ് ഒക്കെ തന്ന് ഞാൻ മധുരം കഴിക്കാതെ, ഒട്ടും മധുരം കഴിക്കാതെ, മധുരം എവിടെയെങ്കിലും വായ കിട്ടി ഞാൻ വിരലിട്ട് ഛർദ്ദിച്ച് ഒരു പച്ച കളർ ബൈല് പുറത്ത് വരുന്നവരെ ഞാൻ ഛർദ്ദിക്കും. അത്രയും ഞാൻ എന്താ പറയുക സൈക്കായിപ്പോയി. അപ്പം അങ്ങനത്തെ എക്സ്ട്രീം കട്ടൊക്കെ ചെയ്ത് പിന്നെ കഴിക്കുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ബിയോണ്ട് എക്സ്പ്ലനേഷൻ ആണ്. സീരിയസ്ലി അതൊരു ബിയോണ്ട് അതെ അതെ, നമ്മള് ശരിയാണ്. നമ്മള് ടൂറൊക്കെ പോകാതെ ഒരു ദിവസം, ഒരു വർഷം വീട്ടിന്റെ അകത്ത് ഇങ്ങനെ അടച്ചു പൂട്ടിയിരുന്നിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആ ഒരു ഫീൽ അതേപോലെ ആയിരിക്കും തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ പഞ്ചസാര വിട്ടിട്ട് കളിക്കില്ല, അതുകൊണ്ടാണ്. എക്സ്പ്ലനേഷൻ സാധനമാണ്. ഇപ്പോഴും ഞാൻ ഹൈപ്പോഗ്ലൈസീമിക് ആയിട്ടിരിക്കുമ്പോൾ എത്ര ഹൈപ്പോഗ്ലൈസീമിക് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് എത്ര മധുരം കഴിക്കുമ്പോഴും ആദ്യമായിട്ട് മധുരം കഴിച്ച പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് എൻ്റെ വായ പോവാം. അതെ അതെ, നമുക്ക് ബാക്കി കണ്ടോളാം, നമുക്ക് നോക്കാം. ബോഡി ബിൽഡേഴ്സിനെ കളിയാക്കല്ലേ ബ്രോ. അഖിൽ ഭായി വീഡിയോസ് ഭയങ്കര ഇഷ്ടാ. ഇതിലും വീഡിയോസാ, ഫുൾ കോമഡി, ചിരിക്കാനുള്ള വീഡിയോസാ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ലൈഫ് മോഡിയിൽ പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ബോഡി ബിൽഡേഴ്സിന്റെ ചേച്ചി പറഞ്ഞ പോലെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഒരു കഷ്ടാ. അഖിൽ ഭായി കാണിച്ച് 2 മണിക്കൂറല്ല, 6, 7, 8 മാസമൊക്കെ ഡയറ്റ് പിടിച്ച് ഷുഗർ കട്ട് ചെയ്തിട്ട് ഈ സാധനം കഴിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഇതിന്റെ മേലെ അഖിൽ ഭായിക്ക് ഇത് കാണിക്കാൻ പറ്റില്ല. ഓക്കെ, നന്നായി വീഡിയോ ട്ടാ. നന്നായിട്ടാ, ഉള്ളിൽ സങ്കടം ഉണ്ടട്ടാ. ഒരു റിയാക്ഷനാണ്. ഇതുപോലെ ഒരുപാട് പേര് ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതല്ലാതെ എഡ്വിൻ സജീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനുണ്ട്. ഈ പയ്യൻ ഈ കരയുന്ന ഒരു അതായത് ഇതിൻ്റെയൊക്കെ ഒരു ഒറിജിൻ, ഈ വീഡിയോയുടെ ഒരു ഒറിജിൻ എനിക്ക് തോന്നുന്നത് ഈ എഡ്വിൻ സജീവിൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു എന്താ പറയുക, എന്തായിരുന്നു ആ പ്രൊഫൈലിൻ്റെ പേര്, അനോജ് കുമാറും നമ്മുടെ അഖിൽ NRD, മനോജ് കുമാറിൽ നിന്ന് അഖിൽ NRD അല്ല. അതെ അതെ അതെ, ഇവരെല്ലാം നിന്നും ഇൻസ്പയർ ആയത് ഈ പെയിന്റായിരിക്കും, അതായിരിക്കും ഉദ്ദേശിച്ചത്. ചെയ്യുന്നു. അനോജ് കുമാറൊക്കെ ചെയ്യാനുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നത് എഡ്വിൻ സജീവിൻ്റെ വീഡിയോ ആണ്. എഡ്വിൻ സജീവ് ഒരു ബോഡി ബിൽഡറാണ്. എഡ്വിൻ സജീവ് ഇതേപോലെ ദ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഷുഗർ ആഫ്റ്റർ 10 months ഓഫ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോനകത്ത് എഡ്വിൻ എന്ത് ചെയ്യുന്നുണ്ട്, കരയുന്നുണ്ട്. ആ ഫീലിംഗ്, അതായത് ഇത്രയും കാലത്തിന് ശേഷം മധുരം കഴിക്കുമ്പോൾ, മധുരമായിട്ട് നിങ്ങൾ ഡയറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഷുഗർ കട്ടോ അല്ലെങ്കിൽ ബോഡി ബിൽഡിങ്ങിൻ്റെ സമയത്ത് കോമ്പറ്റീഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒട്ടും ഷുഗർ കഴിക്കാറില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഷുഗർ സോഴ്സുകളും ഷുഗറിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ കഴിക്കുന്ന കാർബിലടക്കം ഷുഗർ ഉണ്ടാവും. പക്ഷേ മധുരത്തിന് മധുരം തന്നെ വേണ്ടേ? ഞാൻ ചോദിക്കുന്നത്
അതെ, മധുരത്തിന് മധുരം തന്നെയാണ്, അല്ലാതെ മുളക് പൊടി കഴിക്കാൻ പറ്റുമോ? മധുരത്തിന് മധുരം തന്നെ വായിൽ നാവിൽ തട്ടണം. ഇപ്പം നമുക്ക് ഇഷ്ടം പോലെ എന്താ പറയുക, സാധാരണ ഇങ്ങനത്തെ പഞ്ചസാര അല്ലാതെ ശർക്കരയുടെ പഞ്ചസാര, ഞാനത് കുറേ സാധനങ്ങൾ കിട്ടാനുണ്ട്. ബ്രൗൺ ഷുഗർ, അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടാനുണ്ട്. പക്ഷെ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും നോർമൽ പഞ്ചസാരേൻ്റെ ഒരു മധുരമുണ്ട്. അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇത്രയും കാലം കഴിക്കാതിരുന്ന് നമുക്ക് കിട്ടുമ്പോൾ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇപ്പം ഈ ചെക്കനും അതുകൊണ്ടായിരിക്കണം ദ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഷുഗർ ആഫ്റ്റർ 10 months ഡയറ്റ് എന്നുള്ളത്. ചങ്ങാതി ഒരു എന്താ പറയുക, ആ ഒരു അത്രയും വികാരം പൊട്ടിക്കരഞ്ഞ് ആ ഒരു ഷുഗർ കഴിച്ചപ്പോൾ അത് ആ ഹാപ്പിനെസ്സാണ്. ഒന്ന് പറഞ്ഞാൽ അത് ബ്രേക്കായി, അവൻ്റെ ആ ഒരു സംഗതി കഴിഞ്ഞു, അതുകൊണ്ടുള്ളൊരു ഹാപ്പിനെസ് ആയിരിക്കാം അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇത് അത്രേ ഉള്ളൂ. അപ്പം അത് ഇതിൽ നിന്നായിരിക്കണം ബാക്കി എല്ലാവരും ഇത് അഡാപ്റ്റ് ചെയ്തത്. ആൻഡ് ഇതിന് എഡ്വിൻ ഈ ആഫ്റ്റർ അഖിൽ NRD's വീഡിയോ, എഡ്വിൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. Okay, I just want to clear one thing. ഇത് ആളുകൾ കാണുമ്പം it could be a huge thing. ഇവനെ ഈ ഷുഗർ കഴിക്കുമ്പം ഇത്ര ആക്ട് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ഓർക്കുമായിരിക്കും. ബട്ട് ഹിയർ ദ തിങ്, alright, I didn't cry because of the taste. This was my first prep and എനിക്ക് എന്ത് ഡയറ്റ് ആയിരുന്നോ അത് മാത്രം ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. And after 10 months, carb upന് വേണ്ടി you have to have something like this. And when I had this, trust me, I forgot it. ഇതിന്റെയൊക്കെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ മറന്നുപോയായിരുന്നു. കാരണം ഇത്രയും മാസമായിട്ട് ഞാൻ റിഫൈൻഡ് ഷുഗർ ഒന്നും കഴിച്ചിട്ടില്ല. ഈ പീനട്ട് ബട്ടർ അല്ലെങ്കിൽ ഡയറി മിൽക്ക്, ഇതിന്റെ അകത്തൊക്കെ ഇടുന്ന ആ ഷുഗർ, ദാറ്റ്സ് എ കംപ്ലീറ്റ് ഡിഫറെന്റ് ടേസ്റ്റ്. ആൻഡ് ആ ഒരു ടേസ്റ്റ് വെൻ ഇറ്റ് ഹിറ്റ്, ഇറ്റ് കംപ്ലീറ്റ്ലി എന്തൊക്കെ പറഞ്ഞാലും ചെക്കന്റെ ബോഡി ലെവൽ ആയില്ലേ, ചേഞ്ച് a lot of things. കാരണം 10 മാസം ഞാൻ ചെയ്ത സാക്രിഫൈസ്, ബോഡി ബിൽഡർ തന്നെ, നല്ല മസിലൊക്കെ ഉണ്ട്. all came in my mind. ഒരു സാധനത്തിന്റെ ടേസ്റ്റ് മറന്നു പോവാന്ന് പറഞ്ഞാൽ that is how much you have sacrificed for the entire 10 months. Any bodybuilder can relate with me. They can agree with me. This is something which I felt during that one particular, I was very overwhelmed. That's why I had tears rolling down. Not because of the sugar I had. So that's all I have to tell. That's pretty much it. ഇതാണ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഷുഗർ കിട്ടുമ്പോൾ ഉള്ളതല്ല. ആ ഷുഗർ നമ്മൾ ലൈക്ക് എന്താ പറയുക, ഇത്രയും ദിവസം നമ്മൾ കഴിക്കാതിരുന്നിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ മറന്നുപോയി. അതെ അതെ, ടേസ്റ്റ് മറന്നുപോയെന്ന്. 10 മാസം കൊണ്ട് ഷുഗറിന്റെ ടേസ്റ്റേ മറന്നുപോയി ചെക്കൻ. നമ്മളെ വായയ്ക്ക് അത് വരുമ്പോണ്ടല്ലോ, ദാറ്റ് ഹിറ്റ്സ് എ ഡിഫറെൻറ്റ് ലെവൽ. അതൊരു വേറെ ലെവൽ അടിയാണ് തലക്കടി. അതായത് അതങ്ങനെയാണ് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഭയങ്കരമായി ഡയറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞല്ലോ, 8 മാസം ഭയങ്കര ഡയറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, കൗൺസിലിംഗ് എടുത്ത് ബാക്ക് ടു ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോഴാണ് ഞാൻ മിസ് ചെയ്തത് എന്തൊക്കെയാണ്. നമുക്കൊരു ഇമോഷണൽ അൺബാലൻസ് സ്റ്റേജിലാവും നമ്മൾ. അതിന് നമുക്ക് വീണ്ടും കൗൺസിലിംഗ് എടുക്കണം, വീണ്ടും കഴിക്കാൻ വേണ്ടി. അത് അതെ അതെ, എന്തായാലും മിക്ക കാര്യങ്ങളിലും വീഡിയോ ചെയ്യുമ്പം എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ റിലേറ്റഡ് ആയിട്ടുണ്ട്. ഇതും സെയിം സീക്രട്ട് ഏജന്റ് നേരത്തെ പരീക്ഷിച്ച സാധനങ്ങളാണെന്നാണ് പറഞ്ഞു വരുന്നത്. സോ എന്തായാലും നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ചുകൂടെ വീഡിയോ ഉണ്ട്, കണ്ടിരുന്നു കഴിഞ്ഞാൽ സീക്രട്ട് ഏജന്റിന്റെ കഥകൾ ഫുള്ള് കേൾക്കേണ്ടി വരും. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം, നിങ്ങൾ ഫുള്ളായിട്ട് ഒന്ന് കണ്ടു നോക്കുക സീക്രട്ട് ഏജന്റിന്റെ ഓരോരോ കഥകൾ. സോ നമ്മുടെ ഇവിടെ ഇത്രയേ ഉള്ളൂ. എന്തായാലും അഖിൽ NRD ഒരു റീൽ ചെയ്തു, റീൽ വേഴ്സസ് കുറെ പേരായിട്ടുള്ള ഫൈറ്റ്, കമന്റ് ബോക്സ് ആൾക്കാരായിട്ടുള്ള ഫൈറ്റ്, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളുടെ കിടപ്പ്. ഇതിനിടയിൽ കൂടെ ഹനാൻ ഷായി എന്തൊക്കെ പറയുന്നുണ്ടെന്ന് കേട്ടു, അത് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നെക്സ്റ്റ് ഇതിൽ മികച്ച നല്ലൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.